ഇതിനൊരു താളമുണ്ട്. ആ റിതത്തിലാണ് അദ്ദേഹം ഷൂട്ട് ചെയ്യുക. അതിനെ ബ്രേക്ക് ചെയ്യാതെ, അതായത് നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിട്ടത് മാറണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ കാലം മുമ്പ് നമ്മൾ ഇത്തരത്തിലൊരു സിനിമ ചെയ്യേണ്ട കാലാപാനി സിനിമയൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് ഞാൻ സിനിമ വന്നു. അപ്പോൾ പിന്നെ ബേസിക് ആയിട്ട് എല്ലാ നല്ല ആക്ടേഴ്സും ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് സിനിമ ആസ്വദിക്കാനുള്ള സ്കോപ്പ് കിട്ടിയില്ല. അതാണ് സത്യം. അതെ, ഇയാൾക്ക് ഇങ്ങനെ തലമുടി കെട്ടാം, ഇങ്ങനെ ഡ്രസ്സ് ഇടാം, ഇങ്ങനെ ആയുധം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ മലയക്കോട്ട ബാലിമന, മലയക്കോട്ടയുടെ യോദ്ധാവ് അല്ലെങ്കിൽ മലയക്കോട്ടയുടെ രാജാവ്, എല്ലാവർക്കും ഹലോ 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 ഹലോ. മലയാളികൾ മുഴുവൻ മനക്കോട്ടയിൽ പ്രതീക്ഷകളുടെ കോട്ട കിട്ടി കാത്തിരിക്കുകയാണ് മലക്കോട്ടയെ വാലിബന് വേണ്ടിയിട്ട്. മനക്കോട്ടയിൽ നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടു പരിചയമില്ലാത്ത ഒരു ടെറൈനിൽ ഉള്ളൊരു സിനിമ. അത് തന്നെയാണോ ഇതിന്റെ USP? തീർച്ചയായിട്ടും അതന്നെയാണ് അല്ലേ. റിയൽ ലൈഫിൽ റെഫറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കഥാപാത്രങ്ങളെ ചെയ്യുമ്പോൾ ആസ് എ ഫിലിം മേക്കർ, ആസ് എൻ ആക്ടർ, ആസ് എ ടോട്ടൽ ക്രൂ നമ്മൾ നേരിടുന്ന ചലഞ്ച് എന്താണ്? ഇതൊരു ഫെയറി ടെയിൽ പോലെയാണ്. അപ്പം നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ചലഞ്ചല്ല, അതിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവാണ്. കാര്യം ഇയാൾക്ക് ഇങ്ങനെ തലമുടി കെട്ടാം, ഇങ്ങനെ ഡ്രസ്സ് ഇടാം, ഇങ്ങനെ ആയുധം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കുറച്ച് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഡയറക്ടേഴ്സിന് ഒരുപാട് ഫ്രീഡം കിട്ടുന്നതാണ് ആക്ടറിനേക്കാളും കൂടുതൽ. അവർക്ക് അതിൻ്റെ ലൊക്കേഷൻ ആയാലും കഥാപാത്രങ്ങളായാലും അതിൻ്റെ മ്യൂസിക് ആയാലും ബാഹുബലി എന്നൊക്കെയുള്ള സിനിമയ്ക്കൊക്കെ ഉണ്ടായ കാര്യം അങ്ങനെയാണല്ലോ. അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടും. അതിൻ്റെ 2 ആയാലും ഒക്കെ വരുന്ന സമയത്ത് ചെയ്യാൻ സാധിച്ചതുകൊണ്ട്. ലിജോയുടെ റീസെൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ പാട്ടുകൾ ഇല്ല, പക്ഷേ ഈ സിനിമയിൽ നല്ല പാട്ടുകളുണ്ട്. നമ്മൾ റേഡിയോ മാംഗിൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. പാട്ടിന് എത്രമാത്രം പ്രാധാന്യമുള്ളൊരു സിനിമയാണ് മലക്കോട്ടെ വാലിബൻ. അതുകൊണ്ടല്ലേ നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അതിൽ. അപ്പോൾ ആ പാട്ടിൻ്റെ ട്യൂണായാലും ഒരു നാടോടി സ്വഭാവമുള്ള, ഒരു ഫോക്ക് സ്വഭാവമുള്ള പാട്ടുകളാണല്ല. അതിൽ ഡാൻസൊക്കെ, നൃത്തമൊക്കെ ആയാലും ഒരു ഫോക്ക് ടച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിലെ സാധാരണ ട്യൂണുകളല്ലല്ലോ ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കിന് എനിക്കൊന്ന് തീർച്ചയായിട്ടും പാട്ടുകൾക്കല്ല, അതിൻ്റെ റീറെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം കെയർഫുള്ളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ കേട്ട് പരിചയമുള്ള ഒരു കാര്യമല്ല. അതായത് നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിട്ടത് മാറണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായും. ടിനോൻ ആസ് എ ഫിലിം മേക്കർ, ഈ ഒരു സിനിമയിൽ വാലിബനിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച വാലിബൻ ഫാക്ടർ എന്താണ്? ആഫ്റ്റർ സിനിമ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഫസ്റ്റ് കട്ട് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത് വാലിബൻ എന്ന ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ സിനിമ കണ്ടു തീർന്നപ്പം അതിൻ്റെ ഫൈനൽ കട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത് ടോട്ടാലിറ്റിയാണ്, സിനിമയുടെ ടോട്ടാലിറ്റി തന്നെയാണ്. അതിനകത്ത് ഡ്രൈവ് ചെയ്ത ഇമോഷൻസ് തന്നെയാണ്. ആ ടൈറ്റിലിന് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ വേറെ ഏത് സിനിമകളായിട്ട്? ആ ടൈറ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇല്ല, റെഫറൻസ് ഒന്നും ഇല്ല. പക്ഷേ ഇത് എന്താ പറയുക, ഈ സാർ പറഞ്ഞുകൊണ്ട് ഇതൊരു ഫെറി ടെല്ലിംഗ് പോലൊരു കഥയാണല്ലോ, ഒരു നാടോടി കഥയാണല്ലോ. അപ്പോൾ അതിനെ പറ്റിയൊരു ടൈറ്റിലാണ് പുള്ളി ആലോചിച്ചതെന്ന്. മലയക്കോട്ടെ എന്നൊരു സ്ഥലം ആ കഥയിലുണ്ട്. അതെ. അപ്പോൾ അതിൽ അവിടെ നിന്നാണ് വാലിബൻ്റെ തുടക്കം എന്നാണ് നമുക്ക് ഒരു പക്ഷേ സിനിമ കണ്ടാൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് പിന്നെ അത് പറയാനുള്ളൊരു സുഖം, പിന്നെ ആ പേരിനൊരു പ്രത്യേകത, അതൊക്കെയാണല്ലോ നമുക്കൊരു ഈ സിനിമയ്ക്ക് ടൈറ്റിലിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഏത് സിനിമയായാലും എത്ര നല്ല സിനിമയായാലും ഒരു മോശം ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമായിരുന്നു. പക്ഷെ അപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്ന ഈ പേര് തന്നെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് അയ്യോ ഇത് വഞ്ചിക്കോട്ടെ വാലിബൻ അല്ലെങ്കിൽ മറ്റേ വാലിബൻ, ഉലകം ചുറ്റും വാലിബനുണ്ട് MGR. അത് MGRൻ്റെ ഫിലിമാണ്. അതാണ് MGRൻ്റെ ഫിലിം. വാലിബൻ എന്ന് പറയുന്നത് മോർ ഓഫ് എ തമിഴാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ മലയക്കോട്ട ബാലിമന, മലയക്കോട്ടയുടെ യോദ്ധാവ് അല്ലെങ്കിൽ മലയക്കോട്ടയുടെ രാജാവ്, അങ്ങനെയൊക്കെ ഉള്ള ടേംസ് ഇതിലേക്കുണ്ട്. അച്ഛൻ ഈ സിനിമയുടെ ഷൂട്ടിലുടനീളം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന ഉത്തരവാദിത്തം തരുന്ന ഒരു ടെൻഷനായിരുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന ഒരു ആക്ടറിന്റെ ഒരു ഫാൻ ബോയ്ക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് ആണോ കൂടുതലുണ്ടായിരുന്നത്? കൂടുതലായിട്ടും ഫാൻ ബോയ് എന്നുള്ളൊരു ഇതാണ്. ഇത്രയും നാൾ ഈ ഷൂട്ട് വളരെ നീണ്ടൊരു ഷൂട്ടാണെങ്കിലും അത്രയും നാൾ ലാൽ സാറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, വളരെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. അച്ഛനെ വളരെ ചെറിയ കുഞ്ഞായപ്പോൾ മുതലേ അറിയാം, ചെറിയ കുട്ടിയായപ്പോൾ മുതലേ അറിയാമാണ്. അപ്പം നമ്മൾ കാണുകയും അല്ല ഹലോ ഹലോ പറയേ ഉള്ളൂ. സിനിമയിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ പോവും, ജിമ്മിൽ പോവും, ഭക്ഷണം കഴിക്കാൻ പോവും, അങ്ങനെ കൂടുതൽ അടുക്കാൻ സാധിച്ചു. ഫാൻ ബോയ് മൊമെന്റിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരും മോഹൻലാൽ എന്ന ആക്ടറിന്റെ ഫാൻ ബോയ്സ് ആണ്. അപ്പം മോഹൻലാൽ ഒരു ആക്ടറാകുന്നതിനെക്കാട്ട് മുന്നേ ഒരു പ്രേക്ഷകനായ സമയത്ത് മോഹൻലാൽ എന്ന പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ച മറ്റൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവുമല്ലോ, അതായിരുന്നു? ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്ക് MGR എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാ സിനിമകളും ഇഷ്ടമായിരുന്നു. പ്രേം നസീർ സാറിൻ്റെ സിനിമകൾ, എല്ലാ MR രാധ എന്നൊരു ആക്ടറുണ്ട്, ഭയങ്കര രസകരമായിട്ട് തോന്നിയ ആക്ടേഴ്സാണ്. പിന്നെ ഈ നമുക്കൊരു സിനിമയൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് ഞാൻ സിനിമ വന്നു. അപ്പോൾ പിന്നെ
ബേസിക്കായിട്ട് എല്ലാ നല്ല ആക്ടേഴ്സും ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് സിനിമ ആസ്വദിക്കാനുള്ള സ്കോപ്പ് കിട്ടില്ല. കോപ്പ് കിട്ടിയില്ല, അതാണ് സത്യം. അതെ, പക്ഷേ എന്നാലും എനിക്ക് എംജിആർ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കാര്യം, അത്തരം സിനിമകൾ കാണാനാണല്ലോ നമുക്ക് ഒരു താല്പര്യമൊന്നുണ്ടായിരുന്നത്. ഭയങ്കര സെറ്റുകൾ, കപ്പലിൻ്റെ അകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ ഷോയിലെ എന്നുള്ള. പക്ഷെ അത്തരം ഒരു ഫീൽ ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രസൻ്റായിട്ട് എൻ്റെ അന്ന് അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഒരു പക്ഷേ ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഇതിൻ്റെ ക്യാമറ ആയാലും ഇതിൻ്റെ മ്യൂസിക് ആയാലും എല്ലാം. ഇതിന് അങ്ങനെ ഒരു വലിയൊരു ഗ്രാൻഡിയറിൽ തന്നെ പ്ലാൻ ചെയ്തതാണോ സിനിമ ആദ്യം മുതലേ? അതെ, ഇത് പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഇതിന് ഇത്ര ഒരു വലുപ്പം വരും എന്ന് മുൻകൂട്ടി കണ്ട് തന്നെ. പക്ഷെ അതിനേക്കാളും വലിയ വലുപ്പമായി പോയി. അതെ, അല്പം സ്വല്പം. അതിനെക്കാട്ടും വലിയൊരു വലിപ്പമുള്ള കുറച്ചുകൂടി പോയി. ഒന്നിനും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഒരു കോംപ്രമൈസിലല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നതാണ് പ്രൊഡക്ഷൻ സൈഡിൻ്റെ ബ്രില്യൻസ്. വെരി ഗുഡ്. മോഹൻലാൽ എന്ന ആക്ടറിൻ്റെ അഭിനയം നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അന്തം വിട്ട് കണ്ടു നിൽക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ ആസ് എൻ ആക്ടർ ലാലേട്ടൻ എന്ന സിനിമ കാണുമ്പോൾ മോഹൻലാലിൻ്റെ ആക്ടറിനെ നമ്മളെപ്പോലെ ഒരു പ്രേക്ഷകനെ പോലെ ആസ്വദിക്കാൻ പറ്റാറുണ്ടോ? കറക്ഷൻ ഒരിക്കലും പറ്റില്ലല്ലോ. കാര്യം രണ്ടാമതിന് ഇത് ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് പറ്റില്ല. അല്ലാതെ നമ്മൾ കാണുമ്പോൾ ഇത് നമ്മളാണോ ചെയ്തതെന്ന് ആലോചിക്കാറുണ്ട്. കാര്യം അത്രയും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇമാജിൻ. പക്ഷെ കൂടുതലും നമ്മളിപ്പോൾ ഒരു സ്റ്റേജിലൊക്കെ സ്റ്റേജ് ഷോകളൊക്കെ ഇപ്പോൾ കർണഭാരം അല്ലെങ്കിൽ പിന്നെ കഥയാട്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിലൊന്നും റീടേക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലൊരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ആക്ടറിന്. ഒരു പ്രാവശ്യം ശരിയായില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കാം അല്ലേ, അത് ശരിയായില്ലെങ്കിൽ ഡയറക്ടർ ഞാൻ ചിലപ്പം ചില ആക്ഷൻ സീനൊക്കെ 10, 30, 40 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഒരു കോൺഗ്രസിൻ്റെ അകത്തിരുന്നാണ്. അപ്പോൾ ലൈറ്റ് ശരിയായില്ല, അല്ലെങ്കിൽ ഫോക്കസ് ഔട്ടായിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തെറ്റിച്ചു, അല്ലെങ്കിൽ നമ്മൾ തെറ്റിച്ചു. ഒരുപാട് പ്രാവശ്യം റീടേക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഫൈനൽ പ്രോഡക്റ്റാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റേജിൽ അങ്ങനെയല്ല. ഞാനിപ്പോൾ സംസ്കൃത നാടകം ഒരുപാട് നാടകങ്ങൾ ഞാൻ ചെയ്ത സമയത്ത് ആ പ്ലേ ഒക്കെ രണ്ടാമത് കാണുമ്പോൾ മൈ ഗോഡ് ഇതിങ്ങനെ ഞാൻ ചെയ്തു എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. കൂടുതൽ എക്സൈറ്റ് ആയിരിക്കും. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സിനിമ കാണുമ്പോഴും കിട്ടും. പിന്നെ ഇത് ഈ ഒരു ഇമോഷൻസൊക്കെ ഒരു ക്ലോസപ്പ് ഷോട്ട്സൊക്കെ ആയാലും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആണ് എടുക്കണത്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഞാനിങ്ങനെ ചെയ്തോ ഇത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മ്യൂസിക് വരും, ഒരുപാട് അതിനെ എൻഹാൻസ് ചെയ്യും. നമ്മളപ്പം ചെയ്യുന്നതല്ല നമ്മൾ പിന്നെ കാണുന്നത്. സിനിമയിൽ അങ്ങനെയാണ്. പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ പല ഭാഷയിലുള്ള ആക്ടേഴ്സ് വന്നിപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് മലയാള സിനിമയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് ലാലേട്ടൻ എന്താ തോന്നിയിട്ടുണ്ട്? വളരെ കാലം മുമ്പ് നമ്മൾ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടുണ്ട്, കാലാപാനി. നമ്മളെല്ലാം ഒരു പാൻ ഇന്ത്യൻ ഫിലിം ആകട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷെ അതൊരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു. അത് കഴിഞ്ഞ ആൾക്കാർ അതിലേക്ക് വരണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അന്നത് സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾക്ക് ഹിന്ദിയിൽ നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, തമിഴിൽ നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, തെലുങ്ക്. അപ്പോൾ ഈ സിനിമയിലും ഈ കാണുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് അല്ലേ. ഫോറിനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറാഠി ഫിലിംസിലുള്ള ആൾക്കാരുണ്ട്. ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിമിൻ്റെ ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലോ അങ്ങനെയുള്ള കഥയോ ഇന്ന് കേരളത്തിൽ നടന്നൊരു കഥയായിട്ട് ഒരു മലയാള സിനിമയായിട്ട് നമ്മളിത് പറയുന്നില്ല. നമ്മളിതിൽ തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, ഹിന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഇത് വേണമെങ്കിൽ സബ് ടൈറ്റിൽ ഏത് ഭാഷയിലോട്ടും നമുക്ക് കാണിക്കാവുന്ന സിനിമയായിട്ട് മാറും. ഒരു പ്രത്യേക ഭാഷയില്ലേ ഇതിൻ്റെ ഭാഷ? ഇത് ഒരു വിഷ്വൽ ഭാഷയാണ്, സിനിമയുടെ ഭാഷയാണ് കൊടുത്തിരിക്കുന്നത്. മോഹൻലാൽ എന്ന പ്രേക്ഷകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിഗ്നേച്ചർ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിത്രത്തിലെ വിഷ്ണുവിൻ്റെ കള്ളച്ചിരി, വന്ദനത്തിലെ ഉണ്ണികൃഷ്ണൻ്റെ ചമ്മൽ, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മാസ് നോട്ടം, ഈ പറഞ്ഞ നോട്ടം നമ്മുടെ വാലിബനിൽ ഇതുവരെ കാണാത്ത. അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ കഥാപാത്രങ്ങളല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരുപാട് പേഴ്സണൽ സിനിമകൾ നമുക്ക് വീണ്ടും കാണണമെന്ന് ഇഷ്ടപ്പെടുന്ന ചില സിനിമകളുണ്ട്. ആ സിനിമകൾ ഈ പറഞ്ഞ സിനിമകളൊക്കെ നമുക്കിഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം വാലിബനെയാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സീക്വൽസ് ഉണ്ടാവുമോ സിനിമയുടെ? സീക്വൽ പറയാൻ പറ്റുമെങ്കിൽ. അങ്ങനെ ഇത് ആദ്യത്തെ സിനിമ ഇറങ്ങി, അതിൻ്റെ ഒരു സക്സസ് അനുസരിച്ചാണല്ലോ രണ്ടാമത്തെ സിനിമ. അപ്പോൾ ആദ്യത്തെ സിനിമ എങ്ങനെയാണ് പോകണമെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ ആദ്യത്തെ സിനിമ കാണുമ്പോൾ നിങ്ങൾ പറയാം രണ്ടാമത്തത് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തത് ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമ കൂടിയുണ്ട്, എമ്പുരാൻ. ഉണ്ട്, എമ്പുരാൻ. അത് തുടങ്ങി, ആ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതൊരു ചലഞ്ചാണ് ആക്ച്വലി. ഫസ്റ്റിൻ്റെ തരുന്ന ഹിറ്റ് രണ്ടാമത്തത് അതിനേക്കാളും മികച്ച നിൽക്കണം. തീർച്ചയായിട്ടും ഭയങ്കര ചലഞ്ചല്ലേ. വളരെ ഇപ്പോൾ ദൃശ്യം എന്നൊക്കെയുള്ള സിനിമയാണ് അതിൽ വളരെ പ്രൂവ് ചെയ്ത സിനിമ. തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. LJPയുടെ ഒരു ഫിലിം മേക്കിങ്ങിൽ ലാലേട്ടന് ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെ? അല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും ഡിഫറൻ്റ് ആണല്ലോ. ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലാണ് ഇതിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഇതിനൊരു താളമുണ്ട്, ആ റിതത്തിലാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാതെ
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ആ സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലാണല്ലോ. നമ്മൾ ആ സിനിമയുടെ കൂടെ പ്രേക്ഷകരെ സഞ്ചരിപ്പിക്കണേ, അവൻ ഡിസ്റ്റർബ്ഡ് ആകാതെ ആദ്യമേ നമ്മളൊരു പേസ് കൊടുക്കണം ആ സിനിമയ്ക്ക്. കാര്യം ഇതൊരു ചില സിനിമ കണ്ടിട്ട് കുറച്ച് ഭയങ്കര ഡ്രാഗിങ് ആണ്, ഫാസ്റ്റ്, അത് ഒരാൾ കാണുന്നതാണ്. പക്ഷെ ആ സിനിമയുടെ ഒരു താളം ഉണ്ടല്ലോ, അപ്പോൾ പതിഞ്ഞ ആ താളത്തിലായിരിക്കും ആ സിനിമ പോകുന്നത്. അല്ലെങ്കിൽ ആവശ്യത്തിന് ആ സമയത്ത് സ്പീഡ് കൂട്ടേണ്ട സമയത്ത് കൂട്ടും. അത് നിങ്ങളെ പ്രേക്ഷകർക്ക് അറിഞ്ഞുകൂടാതെ അവരെ അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ടെക്നിക്കാണ്. അതിനാണ് അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ, ലെങ്ത് ഓഫ് ദ ഷോട്ട് കാര്യങ്ങളൊക്കെ. അത്തരത്തിൽ അത് വളരെ ഒരു മാജിക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽ ലാംഗ്വേജ് തന്നെയാണ് അതിന്റെ ഒരു തീർച്ചയായിട്ടും സാധ്യമാക്കുന്ന സിനിമ. അപ്പോൾ ഈ സിനിമ പേപ്പറിൽ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്ന ഒരു പ്രോസസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ ഇതുപോലെ ഈ രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടിരുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സായിരുന്നു കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുണ്ടായിരുന്നത്. രണ്ടും അങ്ങനെയല്ല. എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റ് ലിജു ചേട്ടൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ലിജു ചേട്ടന് ഒരു കുറച്ച് പിന്നീട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഇല്ല, ഇതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ് അതൊക്കെ തന്നെയാണ്. കാര്യം നമുക്കൊരു 10,000-2,000 ആൾക്കാരെയൊക്കെ വെച്ച് ദിവസവും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. മിനിമം നമുക്കൊരു 500+ ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. മിനിമം ഉണ്ടായിരുന്നു. അത് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ജയ്സൽമീർ എന്നൊരു സ്ഥലത്ത് കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ തമിഴ്നാട്ടിൽ പിന്നെയും കിട്ടും. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയിരുന്നു. പക്ഷെ അത്രയും ആൾക്കാരെ അവിടെ താമസിപ്പിക്കുക, അവരുടെ ഭക്ഷണമൊക്കെ വളരെ ചലഞ്ചിങ് ആണ്. നമുക്ക് പ്രൊഡക്ഷനാണ് ഭയങ്കര ചലഞ്ചിങ്. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്, അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം വേണം, അവിടെയുള്ള ആൾക്കാർക്ക് വേറെ തരത്തിലുള്ള ഭക്ഷണം വേണം, നമുക്ക് വേറെ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊഡക്ഷൻ കഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ക്ലൈമറ്റ് വൈസ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഭയങ്കര തണുപ്പിൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നു, ചൂടിൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നു, ഭയങ്കര പൊടി. ഇതൊന്നും കംപ്ലൈൻ്റ് അല്ലാതായി മാറുന്നത് ഈ സിനിമ സക്സസ് ആകുമ്പോഴാണ്. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. ലാലേട്ടൻ കോളേജ് ഡേയ്സിൽ ഗുസ്തി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ഗുസ്തി മൊമെന്റ്സും ആ കാലഘട്ടവും ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഇതിൽ ഗുസ്തിയായിട്ടല്ല, നമ്മൾ ഒരുപാട് സിനിമയിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓർമ്മിക്കാൻ പറ്റുന്നത് ഇത് അതിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു കൊറിയോഗ്രാഫിയാണ് ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടർ ചെയ്തിരിക്കുന്നത്, വിക്രം മോർ എന്ന് പറഞ്ഞ്. കാര്യം ഒരു യോദ്ധാവെന്ന രീതിയിൽ അദ്ദേഹം വളരെ സ്പെഷ്യലായിട്ടാണ് അത് സിനിമയെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സോ കോൾഡ് നമ്മൾ കാണുന്ന ഒരു ഫൈറ്റ് അല്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. രണ്ട് കാര്യം കൂടെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പുലർച്ചയ്ക്കാണെങ്കിൽ പുലർച്ചയ്ക്ക് എത്ര തിരക്കിലാണെങ്കിലും പോയി കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ലാലേട്ടൻ എന്താ പറയാനുള്ളത്? അതേ ആവേശത്തോടെ തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. ഞാനും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും. പക്ഷേ ഇവിടെ ആയിരിക്കില്ല, ഞാൻ പുറത്തായിരിക്കും. എന്തായാലും കാണൂ, കണ്ടിട്ട് തീരുമാനിക്കാം നമുക്ക് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ. നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ആ പ്രതീക്ഷയ്ക്ക് മുകളിലേക്ക് ഈ സിനിമ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.